ഓക്കെ, സോ ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്ലാസ് ആണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷന്റെ സിലബസും കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് നമ്മൾ ഇന്ന് അതിലെ ഫസ്റ്റ് മൊഡ്യൂളായ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നോക്കാൻ പോകുന്നത്. അതാണ് ഞാൻ ഈ സ്ലൈഡിൽ ഫസ്റ്റ് വെച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളെ സിലബസ് ഗോ ത്രൂ ചെയ്തെങ്കിൽ അതിലറിയാം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിൻ ആയിട്ട് വരുന്നത് മെഷേഴ്സ് ഓഫ് സെന്റർ ടെൻഡൻസി, ഡിസ്പേർഷൻ, പിന്നെ സ്ക്യൂനെസ്, കുർട്ടോസിസ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ആണ് നമുക്ക് വരുന്നത്. അത് പോയിട്ട് തന്നെ ആൻഡ് ഓൾസോ അതിന്റെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാറുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. സിലബസിൽ ഒരു പാർട്ട് മാത്സും ഒരു പാർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പം അതിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷൻസ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതില് നമുക്കിപ്പോ എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 4, 5, 6, 8 മൊഡ്യൂൾസ് പോലെയാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോന്നിനും വെയിറ്റേജും ഇവിടെ അത്യാവശ്യം കൂടുതലെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഓരോ മൊഡ്യൂളിൽ നിന്നും നമുക്കിപ്പോ ഒരുപാട് ടോപ്പിക്സ് പഠിച്ചിട്ട് നമുക്ക് അതിന് 2 മാർക്ക് കിട്ടുന്നുള്ളൂ. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്ന ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. മാർക്സ് 2 മാർക്കാണ്. അപ്പൊ നമ്മൾ 2 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. കാരണം നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ ഇതിന് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഓരോ ടോപ്പിക്സിലും കുറച്ച് ബേസിക് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് അറിയെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ ഇത് ഒരുപാട് ഉള്ളതുപോലെ തോന്നിയിട്ട് നമ്മൾ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ 2 മാർക്ക് നഷ്ടമാണ്. സോ മാർക്കിന്റെ വെയിറ്റേജ് കുറവാണെങ്കിൽ പോലും നമ്മൾ ഓവറോൾ നമ്മൾ ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് എത്ര 4 + 4 8, then 10 12, പിന്നെ ഒരു 4 16, 18 any 8 ഓക്കെ 20 മാർക്സിന്റെ. അപ്പൊ നമുക്ക് 20 മാർക്സിന്റെ വെയിറ്റേജ് ആണ് ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. ഓക്കെ, സോ അതില് നമുക്കിപ്പോ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ദെൻ അതിനുശേഷം നമുക്ക് പ്രോബബിലിറ്റി റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. പ്രോബബിലിറ്റി തിയറി ആണ് വരുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ തിയറി ഉണ്ട്. അതിനകത്ത് നമുക്ക് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നോക്കാനുണ്ട്. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ളതും കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസും സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസും ഒക്കെ നമുക്ക് നോക്കാനുണ്ട്. ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ കംപ്ലീറ്റ്ലി എസ്റ്റിമേഷനും കാര്യങ്ങളാണ് നോക്കുന്നത്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും അതുമായിട്ട് റിലേറ്റഡ് എറേഴ്സ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ വരുന്നത് സാമ്പിളിംഗ് തിയറി, എങ്ങനെയൊക്കെ നമുക്ക് സാമ്പിളിംഗ് ചെയ്യാം, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് എല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. പിന്നെ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് നോക്കണം. അതിൽ അനോവ, CRD, RBD, ഫാക്ടോറിയൽ ഡിസൈൻസ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ടൈം സീരീസ് അനാലിസിസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സും ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വെയിറ്റേജും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഈ 2 മൊഡ്യൂൾസിലാണ്, പ്രോബബിലിറ്റി തിയറി, ഡിസ്ട്രിബ്യൂഷൻ തിയറി. ഓക്കെ, ബാക്കി എല്ലാത്തിനും നമുക്കൊരു 2 മാർക്സിന്റെ വെയിറ്റേജ് മാത്രമേ എല്ലാത്തിലും നമുക്ക് കിട്ടുന്നുള്ളൂ. ബട്ട് എനിവേ നമുക്ക് അതിന്റെ ഓരോന്നും വളരെ ഡെപ്തിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഈസി ആയിരിക്കും. ഓക്കെ, സോ 2 മാർക്സിന്റെ മൊഡ്യൂളാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിലെ ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെഷേഴ്സ് ഓഫ് സെന്റർ ടെൻഡൻസി, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ് അല്ലെ, മീൻ, മീഡിയൻ, മോഡൊക്കെ. അപ്പോൾ അതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. പിന്നെ ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നോക്കണം. ദെൻ സ്ക്യൂനെസ്, കുർട്ടോസിസ് നോക്കാനുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആൻഡ് ഫിറ്റിംഗ് ഓഫ് കർവ്സ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ഓക്കെ, അപ്പൊ മെയിൻലി നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു റീജിയനിലായിരിക്കും. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താന്ന് നോക്കും, അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യും. പിന്നെ പഴയ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം അതിന്റെ ആ ഒരു ലെവൽ, എക്സാമിന്റെ ലെവൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പഴയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ അതിൽ നിന്നും ഒരുപാട് ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു എക്സാം വരുന്നത്. സോ പുതിയ ചേഞ്ചസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ തന്നെ ചെയ്യാം കേട്ടോ. പഴയതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. പഴയതിന്റെ ലെവൽ അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടെ പ്രോബബിലിറ്റി കൂടുതൽ അതുപോലെയൊക്കെ ചോദിക്കാൻ തന്നെയാണ്. എന്നാലും നമ്മൾ കുറച്ചുകൂടെ ടഫ് ലെവൽ ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും അതിന്റെ ക്വസ്റ്റ്യൻസും പിന്നെ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്താണെന്നും കൂടെ നമുക്കിത് നോക്കാം. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ജസ്റ്റ് എടുത്ത് ഓക്കെ, സോ സ്റ്റാറ്റിസ്റ്റിക്സ്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പഠിക്കുന്നത്. എന്നാൽ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് ജസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ മെയിൻലി
ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ന്യൂമറിക് ഡേറ്റ. അപ്പൊ ന്യൂമറിക് ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് വെച്ചിട്ടുള്ള നമുക്ക് ഡേറ്റ ഉണ്ടാവും. ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് പല ടൈമിൽ പല രീതിയിൽ ഡേറ്റ കളക്ട് ചെയ്യാം അല്ലെ. നമുക്ക് വേർഡ്സ് ആയിട്ട് കളക്ട് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻസ് ആയിട്ട് കളക്ട് ചെയ്യാം, നമ്പേഴ്സ് ആയിട്ട് കളക്ട് ചെയ്യാം. അല്ലെ ന്യൂമറിക് ഡേറ്റയെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിന് മെയിൻലി സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? ഈ ഡേറ്റയെ ഒന്ന് കളക്ട് ചെയ്യും, വി വിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യും, പിന്നെ അതിന് പല രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻഫറൻസസ് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കും, ഇൻസൈറ്റ്സ് നമ്മൾ എടുക്കാൻ. അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ആ ഡേറ്റ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇൻസൈറ്റ്സ് കിട്ടുന്നതിലൂടെ ആ ഏരിയയിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു അറിവ് നേടാനും അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അതാണ് ബേസിക്കലി ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡേറ്റയിൽ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സിലെ ന്യൂമറിക് ഡേറ്റയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ന്യൂമറിക് ഡേറ്റ നമ്മൾ മെയിൻലി 3 കാറ്റഗറീസ് ആയിട്ടാണ്. ഇപ്പൊ ഇവിടെ പേര് മാത്രം നോട്ട് ചെയ്താൽ മതി. ഈ ഡേറ്റ, ഈ ടൈപ്സ് ഓഫ് ഡേറ്റ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സ്ലൈഡ്സ് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ജസ്റ്റ് എന്താന്നുള്ളത് നിങ്ങളിപ്പോ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. നമ്മളിപ്പോ പറഞ്ഞു ഈ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ഒരുപാട് ഡേറ്റയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഓരോ ഡേറ്റയും പിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ വന്നിട്ടുണ്ട്, ഒരു എക്സാം നടത്തി അതിലൊരു 250 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ 250 പേർക്കും ഓരോ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഓരോ വാല്യൂ നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്യാനായിട്ട് പറയുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഓവറോൾ എക്സാമിന്റെ ഒരു റിസൾട്ട് എങ്ങനെയായിരുന്നു എന്നൊക്കെ അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിംഗ് ചെയ്യുക അല്ലെ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിംഗ് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെ ഒബ്സർവേഷൻസ് കിട്ടും, ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ്. ഈ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസ് എന്ന ടേം അവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതിന് എക്സ്പ്ലോർ ചെയ്യാം. സോ നമുക്ക് കുറെ ഒബ്സർവേഷൻസ് കിട്ടി. ഇപ്പൊ ഈ പറഞ്ഞ 250 കാൻഡിഡേറ്റ്സിന് ഇപ്പം കാൻഡിഡേറ്റ്സ് പിന്നെ അവരുടെ മാർക്സ് ABC എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ പേരുണ്ട്. ഇവർക്ക് 20, 25, 19 ഇങ്ങനെ കുറെ മാർക്സ് ഇവർക്കുണ്ട്. അപ്പോ ഇതിനെ നമ്മൾ എന്ത് ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർ ഗ്യാദർ ഓൺ എ സിംഗിൾ ക്യാരക്ടറിസ്റ്റിക് ഫ്രം എ ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കണ്ടൻസിങ് ദിസ് ഡേറ്റ ബിക്കംസ് നെസസറി. ഓക്കെ, അപ്പോ ഇത് കൺഫ്യൂഷൻസ് നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് ആയിട്ട് തന്നെ ഇതിന് ഇട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോന്ന് Aക്ക് 20 കിട്ടി, Bക്ക് 25 കിട്ടി, Cക്ക് 19 കിട്ടി. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ എക്സാമിന് എത്ര പേര് പാസ്സായി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് എണ്ണി എടുക്കാനായിട്ട് പറ്റും. 250 എണ്ണത്തിൽ നിന്നും നമ്മൾ കൗണ്ട് ചെയ്തെടുക്കേണ്ടി വരും. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് നമുക്ക് ഈസി ആയിട്ട് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ന്യൂമറിക് ഡേറ്റ സ്റ്റഡി ചെയ്യുന്നതിന് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഈസി ആയിട്ട് കിട്ടും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവരെ ഒന്ന് ചെറുതായിട്ട് അറേഞ്ച് ചെയ്യും. ഈ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്നതിനാണ് ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ. ഫ്രീക്വൻസി എന്നൊരു ടേം എന്താണെന്നുള്ളത് നമുക്ക് ഇനിയിപ്പോ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ കുറെ 250 കാൻഡിഡേറ്റ്സിന്റെ മാർക്ക് ഉള്ളതിനെ ഞാൻ അറേഞ്ച് ചെയ്യുകയാണ്. പല രീതിയിൽ എനിക്ക് അറേഞ്ച് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചത് പറഞ്ഞാണ് ഈ അറേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അറേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, ഈ ഡേറ്റ ഇപ്പം ഒരു അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അതിനാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ആ ഒരു 250 ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു എന്നല്ലാണ്ട് പുതിയ അങ്ങനെ ഒരു മാറ്റം അതിൽ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ അനാലിസിസ് ഈസി ആയി എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ദാറ്റ് നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിംഗ് മാർക്സ് എത്രയാണ് അല്ലെങ്കിൽ എൻഡിങ് മാർക്സ് എത്രയാണ്, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് അതിൽ നമുക്ക് ഈസി ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഈസി ആയിട്ട് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ ടാലി മാർക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ടാലി മാർക്സ് നിങ്ങൾക്ക് അറിയാം അല്ലെ. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ മാർക്ക് പറഞ്ഞു, ഇപ്പൊ 25-നാണ് എക്സാം നടത്തിയത്. അപ്പം 0 തൊട്ട് 10 മാർക്ക് വരെ കിട്ടിയ കുട്ടികളുണ്ടാവും, 10 തൊട്ട് 15, 20 കിട്ടിയവരുണ്ടാവും, 20 തൊട്ട് 25 വരെ കിട്ടിയവരുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഇന്റർവെൽസ് ജസ്റ്റ് മിസ്മാച്ച് ആണ്, അത് നിങ്ങൾ നോക്കണ്ട. അപ്പൊ ഞാനിപ്പോ ഇവിടെ 10 മാർക്ക് കിട്ടിയ 3 പേരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ വരയായിട്ട് കൊടുക്കും അല്ലെ. എത്ര പേരാണോ അത്രയും നമ്മൾ വരകൾ ഇട്ട് കൊടുത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് കൗണ്ട് എടുക്കാൻ കുറച്ച് ഈസി ആവുന്നുള്ളതുണ്ട്. ആൻഡ് ടാലി മാർക്ക് 5 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 4 ഇട്ടിട്ട് അതിന് ക്രോസ് ചെയ്യില്ല. അങ്ങനെയാണ് ടാലി മാർക്ക് ഇടുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ടെക്നിക്ക് നമുക്കൊന്ന് കൗണ്ട് ചെയ്യുന്നതിൽ ഒരു സിംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം ഉണ്ടല്ലോ, അതായത് ഇതെന്ന് പറഞ്ഞ ഒരു ക്ലാസ് എന്ന് നമ്മൾ പറയും. ക്ലാസ് നമ്മുടെ വേരിയബിൾ എന്ന് പറഞ്ഞ മാർക്കാണ്, എക്സാമിന് കിട്ടിയ മാർക്കാണ്. അത് ഏതൊക്കെ റേഞ്ചിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് എത്ര പേരാണ് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ഇടയിൽ
ഉള്ളത്. അതായത് 0 തൊട്ട് 10 മാർക്ക് കിട്ടി എത്ര കുട്ടികളുണ്ടെന്നുള്ള ഫ്രീക്വൻസി നമ്പർ ആണ്. ഓക്കെ, ടോട്ടൽ നമ്പർ അല്ലെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കും. അതിനെയാണ് നമ്മൾ ഇവിടെ ഈ ബാർസ് അല്ലെങ്കിൽ ടാലീസ് കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു ടേബിളിനെയാണ് നമ്മൾ എന്ത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് ടാലി മാർക്കിന്റെ മാത്രമല്ല, പല ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പം അറേ തുടങ്ങി ടാലി മാർക്കായി പിന്നെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസിലോട്ട് പോവുകയാണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ മാർക്കിനെയാണ് നമ്മൾ നേരത്തെ ആ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. 250 കാൻഡിഡേറ്റ്സ് ഉള്ള ആ ഒരു എക്സാമ്പിൾ കേട്ടോ. അപ്പൊ അതിന് നമുക്ക് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരുന്ന ഡേറ്റ എന്ന് പറയുന്നത് മാർക്സിനെയാണ്. അപ്പൊ മാർക്സ് ആണ് നമ്മൾ ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് അല്ലെ, മാർക്കാണ് വേരിയബിൾ. അതിന് ഞാനിപ്പോ എക്സ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ ഓരോ മാർക്കും കിട്ടിയ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ള കൗണ്ട് എടുക്കൂലേ, അതിന് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയും. ജസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് കൗണ്ട് ആണ്. ഓക്കെ, എത്ര പേരുണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ്, പീപ്പിൾ ആണെങ്കിൽ പീപ്പിൾ, അങ്ങനെ നമ്പർ ഓഫ് അല്ലെങ്കിൽ കൗണ്ടിനെയാണ് ഫ്രീക്വൻസി എന്ന്. അപ്പൊ ഈ രണ്ട് ടേംസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻസിൽ എപ്പോഴും ഒരു വേരിയബിളും കാണും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൗണ്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസിയും കാണും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യാം, ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഒരെണ്ണമാണ് അൺഗ്രൂപ്ഡ്. ഓക്കെ, അൺഗ്രൂപ്ഡ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞപ്പോ വേരിയബിൾ മാർക്സ് ആണ് നമ്മുടെ വേരിയബിൾ അല്ലെ, വേരിയബിളും ഫ്രീക്വൻസി. ഓക്കെ, രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ മാർക്കില് ഞാനിപ്പോ 250 സ്റ്റുഡൻസ് ഉണ്ട്, അപ്പൊ അതിൽ ഞാൻ 25 അല്ലേ, ഇപ്പൊ 50 മാർക്കിന്റെ പരീക്ഷ നടത്തി 31, 32, 33, 34, 35 മാർക്കാണ് എല്ലാവർക്കും നോക്കിയപ്പോ ഉള്ളത്. ഓക്കെ, അപ്പോ 31 മാർക്ക് കിട്ടിയ 10 കുട്ടികളുണ്ട്, 32 കിട്ടിയ 8 കുട്ടികളുണ്ട്. അപ്പൊ ഓരോ ഡേറ്റ പോയിന്റും നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ജസ്റ്റ് 5 യുണീക്ക് ആയിട്ടുള്ള മാർക്കേ ഉള്ളൂ. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഈ 5 മാർക്കിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും കിട്ടുക. പക്ഷെ ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ഇൻ കേസ് ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, അതായത് 31, 32, 33, 34, 35 ഇതുപോലെ ഒരു 10-60 നമ്പറൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു വലിയ ടേബിൾ, ഒരു പേപ്പർ ഫുള്ള് ഇരുന്ന് എഴുതി ഫ്രീക്വൻസി എടുക്കേണ്ടി വരും. അപ്പൊ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആവും. അത് നമ്മൾ അനലൈസ് ചെയ്യാനും വലിയൊരു ടേബിൾ. അപ്പൊ 5 പോയിന്റ്സ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഓക്കെ ഫൈൻ, ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഓക്കെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഗ്രൂപ്പിങ്ങും ചെയ്യാതെ ജസ്റ്റ് ആ ഒരു ഒബ്സർവേഷൻ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതിയിട്ട് അതിന്റെ ഫ്രീക്വൻസി എഴുതിയിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ അൺഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത ഏതാ ഉള്ളത്, ഫ്രീക്വൻസി ടേബിൾ. ഫ്രീക്വൻസി ടേബിൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ ആ ഒരു വേരിയബിളും ഫ്രീക്വൻസിയും എഴുതുന്ന ആ ഒരു ടേബിളിനെയാണ് എന്ത് വിളിക്കുന്നത്, ഫ്രീക്വൻസി ടേബിൾ. ഓക്കെ, അപ്പൊ അൺഗ്രൂപ്ഡ് കഴിഞ്ഞു. രണ്ടാമത്തത് ഗ്രൂപ്പ്ഡ് ആണ്. ഓക്കെ, ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു റേഞ്ച് കൊടുക്കും. ഈ വേരിയബിള് ഡേറ്റ നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ടൻസ് ചെയ്ത് ചുരുക്കി ഒന്നെടുക്കും. നമ്മൾ ഒബ്സർവ്ഡ് റേഞ്ച് ഓഫ് വേരിയബിൾസ് ഇസ് ഡിവൈഡ് ടു സ്യൂട്ടബിൾ ക്ലാസ് ഇന്റർവെൽസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തത് ഒരു 0-നും 50-നും ഇടയ്ക്കാണ്. അതിനെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കുറെ ചെറിയ ഇന്റർവെൽസ് ആക്കും. ഓക്കെ, അങ്ങനെ ഇന്റർവെൽസ് ആക്കിയിട്ട് അതിനകത്ത് വരുന്ന എത്ര കുട്ടികളുണ്ടെന്ന് നമ്മൾ മാർക്ക് ചെയ്യും. അതിനെയാണ് ഗ്രൂപ്പ്ഡ്. നമ്മൾ മാർക്കിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്തെടുക്കും. അതിനാണ് ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ഇമേജ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഒബ്സർവേഷൻസിന് ഞാൻ ഗ്രൂപ്പ് ചെയ്തു. 30 തൊട്ട് 34 വരെയുള്ള കുട്ടികളുണ്ട്, 35 തൊട്ട് 39 വരെയുണ്ട്, 40 തൊട്ട് 44 ഉണ്ട്, 45 തൊട്ട് 49, 50 തൊട്ട് 50 വരെ. അപ്പൊ ഇവിടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിൽ 30, 31, 32, 33, 34 ഇത്രയും മാർക്ക് കിട്ടിയ സ്റ്റുഡൻസ് എത്ര പേരുണ്ടോ അവരുടെ എണ്ണം കൗണ്ട് എടുത്തിട്ട് ഇവിടെ എഴുതും. അടുത്ത് വന്നിട്ട് 35 തൊട്ട് 39 വരെ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുന്നത് തന്നെ നമ്മുടെ ക്ലാസിന്റെ ഇത് ക്ലാസ് ഇന്റർവെലിന്റെ തുടങ്ങുന്ന ലിമിറ്റും എൻഡിങ് ലിമിറ്റും ആണ് അല്ലെ. അപ്പൊ ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റിലും ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് 30 തൊട്ട് 34 30 ഇൻക്ലൂഡഡ് ആയിരിക്കും, 34 ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ അവിടെ ഒരു ഓവർലാപ്പിംഗ് ഉണ്ട്. ഓക്കെ, ഗ്രൂപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇനി വേറൊരു ടൈപ്പ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ തന്നെ കണ്ടിന്യൂസ് ഉണ്ട്, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓവർലാപ്പിൽ, അതായത് 0-ൽ തുടങ്ങി 5 വരെയില്ല, 0 to 4 വരെയാണ് നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നത്. കാരണം 5 അടുത്തതിലാണ് കൗണ്ട് ആവുന്നത്. 5 to 9 ഇവിടെ കൗണ്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ വന്നിട്ട് 10 to 40. ഓക്കെ, അപ്പൊ ഇതാണ് ഓവർലാപ്പ് ഇല്ലാന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് അറ്റ് ഓവർലാപ്പ്. നമ്മുടെ ക്ലാസ് ഇന്റർവെൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ടും, അതായത് ആദ്യത്തെ ക്ലാസ് 0 to 5 ആണെങ്കിൽ അടുത്തത് 5-ൽ നിന്ന് തന്നെ തുടങ്ങും. അപ്പൊ ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അടുത്ത് 10 തൊട്ട് 15 വരെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബ്രേക്ക് ആവുന്നില്ല. മറ്റത് എന്താ പറയാ, 0 to 5 ഇട്ടു, അടുത്ത് 6 to 10 ഇട്ടു, അവിടെ ബ്രേക്ക് ചെയ്ത് പ്രത്യേകമായിട്ടുള്ള ഒരു ഐറ്റം പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ 5.5 ഒക്കെ അപ്പൊ ഇതിൽ വരും, 5.5 ഒക്കെ ഇതിൽ വരും.
നമ്മുടെ ഈ ഒരെണ്ണത്തിൽ, കാരണം 5ന് ശേഷമുള്ള 5.5 വരുന്നത്. സോറി 4.5 4.9 എന്നൊക്കെ ആദ്യത്തേലാണോ ആദ്യത്തേല് വരും. ഓ, ഞാൻ ജസ്റ്റ് 4 എന്ന് റഫായിട്ട് പറഞ്ഞാണ് കേട്ടോ. 4.9 ലാസ്റ്റ് ഡെസിമൽ പോയിന്റ് വരെയും വരും കേട്ടോ. 5.0ക്ക് മുന്നേ ഉള്ള നമ്പേഴ്സ് വരെ ഇതിൽ വരും, ഈ ഫസ്റ്റ് ഒരെണ്ണത്തിൽ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നതാണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെ പഠിച്ചു? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഒന്നിൽ ഓർഡർ ആക്കി എഴുതാം, അതായത് അറേസ് ആക്കി എഴുതാം, അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിൽ. പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി ഈസി ആക്കി കൗണ്ട് ചെയ്യാൻ എളുപ്പത്തിന് നമുക്ക് ടാലി മാർക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതൊക്കെ കുറച്ച് ഇൻകൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആയിട്ട് നമ്മൾ കുറച്ചുകൂടി ഒരു ഗ്രൂപ്പിംഗ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ്, അതായത് ഡേറ്റ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ അതിനകത്താണ് മെയിൻ ആയിട്ട് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾസ് യൂസ് ചെയ്യുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾസ്, അതിനകത്ത് എന്ത് വരും? ഗ്രൂപ്പ്ഡും വരും, അൺഗ്രൂപ്പ്ഡും വരും. അൺഗ്രൂപ്പ്ഡിനകത്ത് തന്നെ വീണ്ടും ഒരു ടൈപ്പ് ഉണ്ട്, കണ്ടിന്യൂസ്. ഓക്കെ, സോ ഇത്രയുമാണ് ജനറലി വരുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ, അത് വിട്ടുപോയി. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്, ക്യുമുലേറ്റീവും കൂടി ഉണ്ട് കേട്ടോ. ക്യുമുലേറ്റീവ് വരുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ക്യുമുലേറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ നമ്മൾ 1 2 3 4 ഇങ്ങനെ വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് 1 ഇവിടെ വരും, അടുത്ത 1ഉം 2ഉം കൂടെ ആഡ് ചെയ്തുള്ള വാല്യൂ ഇവിടെ വരും, അടുത്ത 3യും അടുത്ത നമ്പറും കൂടെ ആഡ് ചെയ്യുന്നത് 3 + 3 6 വരും, 6ഉം അടുത്ത നമ്പറും കൂടെ ആഡ് ചെയ്യും, 6 + 4 10. ഇങ്ങനെ ആഡ് ചെയ്ത് താഴോട്ട് പോകുന്നതാണ് നമ്മുടെ ക്യുമുലേഷൻ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ക്യുമുലേറ്റീവ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മൾ ഫസ്റ്റ് ഡേറ്റ ഇതായിരുന്നു. ഓക്കെ, ഡേറ്റ നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഡേറ്റ ഇതായിരുന്നു. ഇതിൽ നിന്ന് ക്യുമുലേറ്റീവ് എങ്ങനെയായിരുന്നു? ക്യുമുലേറ്റീവ് എഴുതുമ്പോൾ വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 0 തൊട്ട് 5 വരെയുള്ള ഇത് ഏജ് ഇന്റർവെല്ലാണ്. പ്രായത്തിനകത്ത് 5 ആൾക്കാരാണുള്ളത്, 5 കുട്ടികളാണ് ഉള്ളത്. 5നും 10നും ഇടയ്ക്ക് 8 പേരുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ക്യുമുലേറ്റീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് 5 തന്നെ കിടക്കും, 0 to 5. രണ്ടാമത് വരുമ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യും, അതായത് 5 + 8 = 13 എന്ന് വരും. ഈ 13 എന്താണ്? 0 to 5ഉം 5 to 10ലെ ആൾക്കാരെ മൊത്തം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതായത് 0 തൊട്ട് 10 വരെയുള്ള ആൾക്കാരാണ്. അതാണ് ഇവിടെ 0 to 10 എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഈ മൂന്നാമത്തെ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ഇത് 3ഉം കൂടെ ആഡ് ചെയ്യും, അതായത് ഈ 13ന്റെ കൂടെ 10ഉം കൂടെ ആഡ് ചെയ്യും, 23 അല്ലെ? അപ്പൊ ഈ 23 എന്ന് പറയുന്നത് എന്താണ്? 0 തൊട്ട് 5, 5 തൊട്ട് 10, 10 തൊട്ട് 15, ഇത്രയും പേര്, അതായത് 0 to 15 വരെ എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ആവും. അതുപോലെ 0 to 20, 0 to 20. അപ്പൊ ഇവിടെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്ത് നമുക്കൊരു രീതിയിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത്, അപ്പൊ നമുക്ക് ഡേറ്റ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവണം. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പാണ് നമുക്ക് ഡേറ്റ തന്നിരുന്നാൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്ത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് നമുക്ക് അതിനെ സ്റ്റഡി ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് കുറച്ചുകൂടി ഇതെല്ലാം ചോദിക്കുകയാണോ? ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഇതെല്ലാം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട എന്തോ പ്രോബ്ലം വരുമോ? ക്യുമുലേറ്റീവ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഇങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾസിൽ എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന്റെ MCQs നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു തിയറിയുടെ തീർന്നോ? കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ MCQs ചെയ്യും. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള MCQs, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഇതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഡേറ്റ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതിൽ ഉണ്ടാവുക. അപ്പൊ എല്ലാ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആണ്. അത് ഇനി നമുക്ക് അടുത്ത് വരുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഒക്കെ നോക്കുമ്പോൾ നോക്കാം. പക്ഷെ ഇവിടെ നിങ്ങളുടെ ബേസിക് റിക്വയർമെന്റ് ഇത്രയും ടോപ്പിക്സ് ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡേറ്റ തന്നാൽ നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റണം. ഇതിൽ നിന്നും ചിലപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റണം. ഓക്കെ, അതാണ് ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് പറഞ്ഞത്. ബട്ട് മെയിൻലി നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, അതായത് മെയിൻ മീഡിയൻ മോഡൊക്കെ. അപ്പൊ അതിൽ നിന്നായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്. ബട്ട് ഇതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. സോ ഇതിലാണ് നമുക്ക് ഇനി മെയിൻ ഫോക്കസ്. ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു, എങ്ങനെയാണ് ഡേറ്റ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഡേറ്റ നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെ തരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഡേറ്റ മെയിൻലി 3 സീരീസസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ ഇമേജിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇൻഡിവിജ്വൽ സീരീസ് ആയിട്ട്, ഡിസ്ക്രീറ്റ് സീരീസ് ആയിട്ട്, കണ്ടിന്യൂസ് സീരീസ് ആയിട്ട്. ഇതാണ് ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കൂടെ വെച്ചിരുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ട 3 ടൈപ്പ് ഓഫ് ഡേറ്റ.
അപ്പൊ ഫസ്റ്റ് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്പേഴ്സ് സംതിങ് ആയിരിക്കും. ഇപ്പം ഹൈറ്റ് ഓഫ് 8 സ്റ്റുഡൻസ്, 8 കുട്ടികളുടെ ഹൈറ്റ് എത്ര എന്നുള്ളത് ജസ്റ്റ് അവർ അളന്നിട്ട് ഇൻ ഫീറ്റ് അളന്നിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിംഗ് ഒന്നുമില്ല. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നോ ഗ്രൂപ്പിംഗ്. ഓക്കെ, ഓരോ ഐറ്റത്തിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ 10 സ്റ്റുഡൻസിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഓരോ വെയിറ്റിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പൊ ഇത് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഓരോ വാല്യൂസിനെ ട്രീറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ഓർക്കാൻ മതി. അവിടെ ഗ്രൂപ്പിംഗ് ഒന്നുമില്ല. ഇനി ഡിസ്ക്രീറ്റ് സീരീസിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ടാലി മാർക്കിലൊക്കെ ചെയ്തില്ലേ, ടാലി മാർക്ക് അല്ലെങ്കിൽ അൺഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്ത സംഭവമാണ് ഡിസ്ക്രീറ്റ് സീരീസ് വരുമ്പോൾ. അതായത് വേരിയബിളും ഉണ്ട് പിന്നെ ഫ്രീക്വൻസിയും ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ എന്തായിരിക്കും വേരിയബിൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്, നമ്മൾ ഓരോ വാല്യൂ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. 1 2 3 4 ഓരോ വാല്യൂസും എടുത്തിട്ട് അതിന്റെ കൗണ്ട് ആയിരിക്കും നമ്മൾ ഇവിടെ എഴുതുന്നത് അല്ലെ. യൂസ്ഡ് ഫോർ കൗണ്ടബിൾ വാല്യൂസ്. നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡേറ്റയൊക്കെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ കണ്ടോ, ടോട്ടൽ നമ്പർ ഓഫ് ഫാമിലീസ്. ഒരു ലൊക്കാലിറ്റിയിൽ 50 ഫാമിലീസ് ഉണ്ട്. അവിടെ എത്ര കുട്ടികൾ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ വേരിയബിൾ. കുട്ടികളെ ഇല്ല, 0 ആണ്. ഒരു കുട്ടിയുള്ളത്, 2 കുട്ടി, 3 കുട്ടി, 4 കുട്ടി. അപ്പൊ ഇത്രയും കുട്ടികളുള്ള ഓരോ എത്ര ഫാമിലീസ് ഉണ്ട്, കുട്ടികളെ ഇല്ലാത്ത 8 ഫാമിലീസ് ഉണ്ട്. ഒരു കുട്ടിയുള്ള 10 ഫാമിലീസ് ഉണ്ട്. 2 കുട്ടികളുള്ള 19 ഫാമിലീസ്. അപ്പൊ അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഈസിലി കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡേറ്റയൊക്കെ നമ്മൾ ഡിസ്ക്രീറ്റ് ആണ് നമ്മുടെ അൺഗ്രൂപ്ഡ് ആയിട്ടുള്ള ഡേറ്റ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ്. അതിൽ നമ്മൾ ക്ലാസിന്റെ പേരിൽ കണ്ടിന്യൂസ് ആയിരിക്കും. നേരത്തെ നമ്മൾ കണ്ടില്ല 0 to 10, അടുത്ത് ഇവിടെയും 10 തന്നെ വരും. 10 to 20, താഴെ അടുത്ത് 20 to 30, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടേയിരിക്കും. ആൻഡ് ഈ ഒരു റേഞ്ചിൽ വരുന്ന ഫ്രീക്വൻസി എത്രയാണോ അത് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ ഇത് മൂന്നിലായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്ര ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. ഓക്കെ, ഇനി നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ തിയറിയിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ടോ അതിന്റെ ഹെഡിങ്ങും അതിന്റെ മേജർ ഡെഫിനിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് MCQs സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ്, അതായിരിക്കും നമ്മൾ തിയറി ഭാഗത്ത് കവർ ചെയ്യുന്നത്. ഇപ്പൊ മാത്സിന്റെ എല്ലാ ക്ലാസ്സും ഇങ്ങനെയായിരിക്കും പോകുന്നത്. അതായത് നമുക്കിപ്പോ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക് എന്താണ് അതിന്റെ ഒരു ബ്രീഫ് ഡിസ്കഷൻ നമ്മൾ തിയറി ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമ്പിൾസ് വെച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പറയും. എന്നിട്ട് നമ്മൾ കുറെ MCQs ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് മാത്സ് പഠിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള, അല്ലാതെ നമുക്ക് തിയറി ഇങ്ങനെ ചെയ്തിട്ടൊന്നും കാര്യമില്ലല്ലോ. സോ ഇനി നിങ്ങൾക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ ഇക്വേഷൻസ് കൂടെ ഞാൻ വേഗം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് MCQs ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പോ നമുക്ക് ഇപ്പൊ ഒരു ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ ഇവിടെ നമുക്ക് ഇവിടെ പറഞ്ഞ പ്രൊഫസർ ബൗലി എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. ഹി ടോൾഡ് ദാറ്റ് ആവറേജസ് എന്ന് പറയുന്നത് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റന്റ്സ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ ആവറേജസിനെ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് വെച്ചിട്ട് നമുക്കൊരു എന്താ പറയാ, ഇപ്പൊ നമുക്കൊരു ഡേറ്റ സെറ്റ് ഉണ്ട്. ഡേറ്റ സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നമ്പർ ഓഫ് ഡേറ്റ പോയിന്റ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇപ്പൊ കോവിഡില് 2021 എത്ര കോവിഡ് കേസസ് നമ്മുടെ സിറ്റിയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനിപ്പോ ഒരു ഡേറ്റ സെറ്റ് ഞാൻ കളക്ട് ചെയ്യുവാണ്. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാവും. അതിനെ എനിക്കൊരു ഒറ്റ വാല്യൂയിലേക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതിന് ആണ് നമ്മൾ മേജർലി ആവറേജസിന്റെ രൂപത്തിൽ, അതായത് ഇത്രയും ഡേറ്റ സെറ്റിന്റെ ഒരു ആവറേജ് എടുക്കുക എന്ന് നമ്മളല്ല, നമുക്ക് ഒറ്റ വാല്യൂ ആയിട്ട് കിട്ടും. ഈ ആയിരക്കണക്കിന് നമ്പർ കോവിഡ് പേഷ്യൻസിന്റെ കൗണ്ട് വന്നതിൽ നിന്ന് നമുക്ക് ഒരൊറ്റ വാല്യൂയിലേക്ക് തന്നെ എത്താൻ പറ്റും. ഓക്കെ, അതിലേക്ക് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസ്റ്റന്റ്സ് എന്ന് വിളിക്കും. അപ്പൊ ഇതിലൂടെ മെയിൻ ആയിട്ടും നമുക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ കോവിഡിന്റെ ഡേറ്റ പറഞ്ഞു 2021 എത്ര കോവിഡ് കേസസ് വന്നു എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ പോയിന്റ്സ് ഉണ്ടാവും, കുറെ ഈ എത്രയോ ന്യൂമറസ് ഡേറ്റ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഒരു പോയിന്റിൽ ഇങ്ങനെ കുറെ ഡേറ്റ ഉണ്ടായാലേ നമുക്ക് അതിന്റെ ഒരു സെന്റർ പോയിന്റ് പോലെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതായത് അല്ലെങ്കിൽ ഈ ഡേറ്റയുടെ സെന്റർ എവിടെയായിട്ട് വരും, അല്ലെങ്കിൽ കൂടുതൽ വാല്യൂസ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആവറേജിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് നമ്മളിവിടെ ആവറേജസ് ആണ് നോക്കുന്നത്. പിന്നെ അത് പോയിട്ട് മീഡിയനും മോഡും കൂടിയുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമുക്ക് നോക്കേണ്ട 5 മെഷേഴ്സ് ഏതൊക്കെയെന്നുള്ളത്. അരിത്തമെറ്റിക് മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്, മോഡ് ഉണ്ട്. സാധാരണ നമ്മൾ മീൻ, മീഡിയൻ, മോഡേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ജിയോമെട്രിക് മീനും ഹാർമോണിക് മീൻ. അപ്പൊ മീൻ തന്നെ നമുക്ക് 3 ടൈപ്സ് ഉണ്ട്, AM, GM, HM. അരിത്തമെറ്റിക് മീൻ, ജിയോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. അത് പോയിട്ടാണ് മീഡിയനും
മോഡും വരുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നും എന്താണ് അതിന്റെ ഇക്വേഷൻസ് എന്താണെന്ന് നോക്കാം. സോ സ്റ്റാർട്ടിംഗ് വിത്ത് അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീൻ എന്താണ്? നമുക്കിപ്പോ ഒരു നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട്. ഞാനിപ്പോ ഓരോ വാല്യൂവിന് ഇപ്പം എക്സ് വെച്ചിട്ട് പറയണേ, x1, x2, x3 ഇങ്ങനെ പോയിട്ട് n വരെ, n എത്ര വേണോ ആകാം, 5 ആകാം, 10 ആകാം, 100 ആകാം, 1000 ആകാം, എത്ര വേണോ പോകാം. അപ്പൊ ഇങ്ങനെ എന്റെ കയ്യിലൊരു ഡേറ്റ സെറ്റ് ഉണ്ട്. ഇത്രയും ഒബ്സർവേഷൻസ് ഞാൻ എടുത്തപ്പോ, ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്കൂളിൽ ചെന്നിട്ട് അവിടെ നല്ല മാർക്ക് വാങ്ങിക്കുന്ന ഒരു 80% എബോവ് മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പോട്ടെ 10th സ്റ്റാൻഡേർഡിൽ ഫൈനൽ എക്സാംസിന് അപ്പിയർ ചെയ്യാൻ പോകുന്ന കുട്ടികളുടെ മാർക്സ്, ജസ്റ്റ് മാർക്സ് ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ ഓരോ കുട്ടികളുടെ ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരുടെയും മാർക്സ് ഞാൻ ഇങ്ങനെ എടുക്കുവാണ്. ഇതില് n വരെയാണ് പോകുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ്? n ആയിരിക്കില്ലേ? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഈസ് ഈക്വൽ ടു n. അതായത് ഞാനിപ്പോ മാർക്ക് ഇപ്പൊ പറയണം, ഒരാൾക്ക് 80 മാർക്ക് കിട്ടി, ഒരാൾക്ക് 99 മാർക്ക് കിട്ടി, അടുത്ത ആൾക്ക് 85, 92, 36, 51, 38. ഓക്കെ, അപ്പൊ ഇത് എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6, 7 കുട്ടികളുണ്ട്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് n എന്ന് പറയുന്നത് 7 ആണ് അല്ലെ. അതിനെ നമ്മൾ x1, x2, x3, x4, x5, x6, x7, ഈ 7 കണ്ടോ ഇവിടെ, ഇതാണ് ലാസ്റ്റ് നമ്പർ. ഇതിനാണ് നമ്മൾ n കൊണ്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തത് അല്ലെ. അപ്പൊ n എത്രയാണോ അതാണ് നമ്മുടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അതായത് x7 ആണ്. അപ്പൊ n is equal to 7. ഇനി നമ്മൾ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക? ആവറേജ് വേറെ ഒന്നുമല്ല, ഈ എല്ലാത്തിന്റെ നമ്പേഴ്സിന്റെ സമ്മ് നമ്മൾ എടുക്കുക, ടോട്ടൽ കണ്ടുപിടിക്കുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ n ചെയ്യുക. അതാണ് നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തില്ല. x1 പ്ലസ് x2 പ്ലസ് x അപ് ടു xn വരെ ചെയ്തിട്ട് ടോട്ടൽ സം എടുത്തിട്ട് ഡിവൈഡഡ് ബൈ n ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. ആവറേജ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ കിട്ടും. അതിന് x ബാർ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ ആണ്. നമുക്കറിയാം x1 പ്ലസ് x2 പ്ലസ് x3 ഇങ്ങനെ പോയി അപ് ടു xn വരെ പോവില്ലേ. ഇതിന്റെ സം എടുക്കുന്നില്ല, സമ്മേഷൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സമ്മേഷൻ സിമ്പിൾ അല്ലെ. സിഗ്മ എക്സ് ഐ എന്ന് പറഞ്ഞാൽ i ഈക്വൽ ടു 1 തൊട്ട് തുടങ്ങി n വരെ പോകും അല്ലെ. ഇത് സമ്മേഷനായി. ഇനി ടോട്ടൽ ഡിവൈഡഡ് ബൈ n, അതിനാണ് ഇവിടെ 1/n ആയിട്ട് അവർ എഴുതിയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ, ഞാൻ ഇങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കില്ലേ, സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, അല്ലെങ്കിൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ ഫ്രീക്വൻസി ചിലയിടത്തൊക്കെ ഈ ടേമാണ് ചിലപ്പോൾ കാണുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, എത്ര ഒബ്സർവേഷൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇനി ഇതിപ്പോ ജസ്റ്റ് x1, x2, x3 വാല്യൂസ് തന്നിരിക്കുകയാണ്. ഇനി ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞില്ല, ഡേറ്റ ഡിസ്ക്രീറ്റ് ആകാം, ഇൻഡിവിജ്വൽ സീരീസ് ആകാം, ഗ്രൂപ്ഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് സീരീസ് ആകാം. അപ്പൊ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ക്ലാസ് ഇന്റർവെൽ തന്നിരിക്കും അല്ലെ അവര്, എക്സിന്റെ വാല്യൂസ് ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെതായ ഫ്രീക്വൻസി തന്നിരിക്കും. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് x1 എന്ന വാല്യൂന്റെ ഫ്രീക്വൻസി f1, x2ന്റെ വാല്യൂ ഫ്രീക്വൻസി f2, ഇത് ഏതാണ്? അൺഗ്രൂപ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. x3 എത്ര ഫ്രീക്വൻസിയിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ, അതായത് എക്സിന്റെ സം എടുത്തിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ചെയ്തെങ്കിൽ ഇതിന്റെ കൂടെ നമ്മൾ എഫും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ എടുത്താൽ മതി. ഇങ്ങനെ സിഗ്മ എഫ് എക്സ് ബൈ 10. നമ്മളിവിടെ എക്സിന്റെ സം എടുത്തെങ്കിൽ എക്സിന്റെ കൂടെ അതിന്റെ ഫ്രീക്വൻസി മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കുക. അതാണ് നമ്മൾ ഫ്രീക്വൻസിയും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ ആകെ ചെയ്യേണ്ട ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ നോക്കിക്കേ, f1 x1 പ്ലസ് f2 x2 പ്ലസ് f3 x3 അപ് ടു fn xn വരെ പോകും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, x1 പ്ലസ് x2 അപ് ടു xn ഡിവൈഡഡ് ബൈ n. ഫ്രീക്വൻസി വന്നു കഴിയുമ്പോൾ നമ്മൾ x1 f1 പ്ലസ് x2 f2 അപ് ടു xn fn വരെ പോകും. താഴെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? n എന്ന് കൊടുക്കാൻ പറ്റുമോ? n എന്ന് കൊടുക്കത്തില്ല, പകരം എല്ലാ ഫ്രീക്വൻസീസിനെ ആഡ് ചെയ്യും. f1 പ്ലസ് f2 അപ് ടു fn വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി ഇത് ഞാൻ പറഞ്ഞ എന്താണ്? ഇത് അൺഗ്രൂപ്ഡ് ആയിട്ടുള്ളതിനാണ് അല്ലെ, അൺഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഗ്രൂപ്ഡ് ആയിട്ടുള്ളത് വരുവാണെങ്കിലോ, ഗ്രൂപ്ഡ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്കറിയാം ക്ലാസ് ഇന്റർവെൽ തന്നിരിക്കും അല്ലെ. ഇപ്പൊ 0 to 10, 10 to 20 ഇങ്ങനെ പോകും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന്റെ മിഡ് വാല്യൂ വരും. ഓക്കെ, 0 to 10 ഇടയ്ക്കുള്ള മിഡ് വാല്യൂ 5, 10 to 20 ഇടയ്ക്ക് 15 വരും.
ഓക്കെ, ആ മിഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, എക്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, എഫ് ഫ്രീക്വൻസി നമുക്ക് ഈ ഓരോ ക്ലാസ് ഇന്റർവെലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി തന്നിരിക്കുമല്ലോ. അപ്പൊ ആ ഫ്രീക്വൻസി എടുക്കും, എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ മിഡ് വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ എക്സ് ബാർ എങ്ങനെ വരും, സെയിം ഇക്വേഷൻ സെയിം തന്നെ, x1 x2 തന്നെ, x1 x2 പക്ഷെ എന്തായിട്ട് എടുക്കും, നമുക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് ക്ലാസ് ഇന്റർവെൽ ആയിട്ട് തന്നിട്ടുള്ളതുകൊണ്ട് അതിന്റെ മിഡ് വാല്യൂ ആയിട്ട് നമ്മൾ എക്സിനെ കൺസിഡർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റയ്ക്ക് നമുക്ക് അരിത്തമെറ്റിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇവർ തന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ മീൻ പഠിക്കുമ്പോൾ 1-2 പ്രോപ്പർട്ടീസ് നമ്മൾ ഓർക്കേണ്ടതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. Algebraic sum of deviations from the mean is 0. Okay. ഇത് ആക്ച്വലി മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കൺസെപ്റ്റ് പഠിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇപ്പൊ ഡീവിയേഷൻസ്, ഇപ്പം ഞാനിപ്പോ ഒരു ഡേറ്റ സെറ്റ് എടുക്കുകയാണ്, x1 x2 x3 ഇങ്ങനെ കുറെ ഡേറ്റ പോയിന്റ്സ് ഉള്ള ഒരു ഡേറ്റ സെറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഡീവിയേഷൻസ് ഫ്രം മീൻ, ഇതിന്റെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കും, എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ അല്ലെ, ഇങ്ങനെ എക്സ് ബാർ ഞാൻ കണ്ടുപിടിച്ചു. ഇനി ഇതിന്റെ ഡീവിയേഷൻസ് എന്ന് പറയുന്നത് എന്താ, ഈ ഓരോ വാല്യൂനെ എടുത്തിട്ട് ഞാൻ ആവറേജ് ഈ മീനിൽ അരിത്തമെറ്റിക് മീനിൽ നിന്ന് എത്രത്തോളം അവർ ഡീവിയേറ്റ് ചെയ്ത് നിൽക്കുന്നു അല്ലെങ്കിൽ മാറി നിൽക്കുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഓക്കെ, ആൽജബ്രൈക് സം ആണ്. ആൽജബ്രൈക് സം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമ്മളിപ്പോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സിമ്പൽ ഏതാണോ സിമ്പലും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ, ഓരോ എക്സിന്റെ വാല്യൂവിനെ നമ്മൾ എക്സ് ബാർ കൊണ്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് ഡിഫറൻസ് എടുത്തിട്ട് എല്ലാം നമ്മൾ അങ്ങ് ഇങ്ങനെ ഓരോന്നും എടുക്കും. അതായത് x1 മൈനസ് എക്സ് ബാർ പ്ലസ് x2 മൈനസ് എക്സ് ബാർ പ്ലസ് x3 മൈനസ് എക്സ് ബാർ, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അപ് ടു n വരെ n മൈനസ് എക്സ് ബാർ വരെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 വരും എന്നാണ് അവർ പറയുന്നത്. ആൽജിബ്രൈക് സം ഓഫ് ഡീവിയേഷൻസ് ഫ്രം ദി മീൻ ഈസ് 0. ഓക്കെ, ഇതൊരു പ്രോപ്പർട്ടി ആണ്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് MCQ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ആണ്, അതുകൊണ്ട് ഓർത്ത് വെച്ചിരിക്കാം. പിന്നെ അതുപോലെ തന്നെ സം ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻസ് ഈസ് മിനിമം വെൻ ടേക്കൺ അബൌട്ട് മീൻ. നമ്മൾ ഇനി ഇതിപ്പോ ജസ്റ്റ് ഡീവിയേഷൻ എടുത്തുള്ളൂ, ഇനി ഇതിന്റെ സ്ക്വയർ എടുക്കുവാണ്. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ സ്ക്വയർ കൂടെ എടുക്കുവാണെങ്കിൽ, സ്ക്വയർ എടുത്തിട്ട് ഇതിന്റെ സം ടോട്ടൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ അബൌട്ട് ദ മീൻ മിനിമം ആയിരിക്കും. ഓക്കെ, അത് ഈ 2 പോയിന്റ് ആക്ച്വലി മീൻ ഡീവിയേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പൊ നമ്മൾ അവിടെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തിരുന്നാൽ മാത്രം മതി, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ആൽജിബ്രൈക് സം ഓഫ് ഡീവിയേഷൻസ് ഫ്രം മീൻ 0 ആണ്. അതുപോലെ തന്നെ സ്ക്വയർ ഡീവിയേഷൻസിന്റെ സം എന്ന് പറയുന്നത് മീനിന് അബൌട്ട് ആയിട്ട് കണ്ടുപിടിക്കുമ്പോൾ മിനിമം ആണ്. ഇതുപോലെ തന്നെ നമുക്ക് ഈ എക്സ് ബാറിന് പകരം നമുക്ക് ഇവിടെ ആണെങ്കിൽ മീഡിയൻ കൊടുക്കാം, അല്ലെങ്കിൽ മോഡ് കൊടുക്കാം, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും മിനിമം വാല്യൂ കിട്ടുന്നത് ഏതിനാണ്, മീനിനാണെന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ പോയിന്റ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം.